നാം ഇപ്പോൾ പരിശുദ്ധ മക്കയിലാണ്. സൗദി അറേബ്യയുടെ ഭൂപടത്തിൽ ഏറ്റവുമധികം പർവ്വതങ്ങളും കുന്നുകളുമുള്ള മേഖലയാണ് മക്ക മേഖല. ലോകത്തിലെ ഏറ്റവുമധികം ജനസാന്ദ്രതയുള്ള നഗരമായ മക്കയിൽ ആവശ്യത്തിനുള്ള പാതകൾ നിർമ്മിക്കുവാൻ ഈ പടുകൂറ്റൻ കുന്നുകളും മലകളും ഒരു ശക്തമായ വെല്ലുവിളി തന്നെയായിരുന്നു. ഈ വെല്ലുവിളികളെ നേരിടുവാൻ മലകളിൽ തുരങ്കങ്ങൾ നിർമ്മിക്കുകയല്ലാതെ എളുപ്പവഴികളൊന്നുമുണ്ടായിരുന്നില്ല. അതിനാൽ നഗരപ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുവാൻ സൗദി ഭരണകൂടം അത്യന്താധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി തുരങ്കങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. ഇപ്പോൾ ഏകദേശം 50-ലധികം തുരങ്കങ്ങളുള്ള മക്ക നഗരത്തെ അതുകൊണ്ടുതന്നെ തുരങ്കങ്ങളുടെ നാട് എന്ന് ആലങ്കാരികമായി പറയാറുണ്ട്. മക്കായിലെ ചരിത്രപ്രധാനമായ സ്ഥലങ്ങൾ കാണുവാനുള്ള നമ്മുടെ ഈ പഠനയാത്രയുടെ ഇന്നത്തെ ലക്ഷ്യം ഹിറ ഗുഹയാണ്. ഇസ്ലാമിക ആദർശത്തിന്റെ അടിസ്ഥാന പ്രമാണത്തിന്റെ ആദ്യ സൂക്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഗുഹയാണിത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി ദിവ്യ വെളിപാടുണ്ടായ സ്ഥലം. അത് കാണുക ഏതൊരു സത്യവിശ്വാസിയുടെയും മനസ്സിന് വലിയൊരു ആത്മീയാനന്ദം നൽകുമെന്നതിൽ സംശയിക്കാനില്ല. ജബൽ കാബ റോഡിലൂടെ മക്കയുടെ തെക്കുകിഴക്ക് ഭാഗത്തേക്ക് പുറപ്പെടുമ്പോൾ നാം എത്തിച്ചേരുക അൽ സുലൈമാനിയ എന്ന തുരങ്കത്തിലാണ്. അത് കടക്കുമ്പോഴേക്കും അടുത്ത തുരങ്കമായി അൽ ഫൈസലിയ തുരങ്കം. അതും കടന്ന് നാം എത്തുന്നത് അൽ ഹജ്ജ് സ്ട്രീറ്റിലാണ്. അൽ ഹജ്ജ് സ്ട്രീറ്റിൽ നിന്നാണ് നമുക്ക് അൽനൂർ സ്ട്രീറ്റിലേക്ക് കടക്കേണ്ടത്. അവിടെ അൽ ആദിൽ റോഡിലാണല്ലോ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യസ്ഥാനം. പുരാതന ചരിത്രങ്ങളിൽ മസ്ജിദുൽ ഹറാമിൽ നിന്നും ഇവിടത്തേക്കുള്ള ദൂരം 2 മൈലാണെന്ന് പരാമർശമുണ്ട്. റോഡ് മാർഗം ഏകദേശം 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇപ്പോൾ ഇവിടെയെത്താം. ഇത് അൽനൂർ പർവ്വതം. പർവ്വതങ്ങളുടെ നാടായ മക്കയുടെ കിഴക്കുഭാഗത്ത് ഈ വിശുദ്ധ ഭൂമിയുടെ കാവലാളുകളെപ്പോലെ തല ഉയർത്തി നിൽക്കുന്നത് ഇതുപോലെ ഏതാനും പർവ്വതങ്ങളാണ്. അത്വാരിക്കി, അൽ അഹദബ്, സുബൈർ, അർറുഹം, അൽ നൂർ, അൽ തൗർ, അൽ ഖന്ദമ, അസ്സയ്യിദ, അൻ നിസ്വ തുടങ്ങിയവയാണ് മക്കയുടെ കിഴക്കുഭാഗത്തുള്ള പ്രധാന പർവ്വതങ്ങൾ. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പർവ്വതം പല കാരണങ്ങളാലും ഈ ജബലുന്നൂർ തന്നെയാണ്. അതിന് പല കാരണങ്ങളുമുണ്ട്. അവയിലധികവും ചരിത്രപരമായ പ്രാധാന്യങ്ങളാണ്. ഇബ്രാഹിം നബിയുടെ കാലത്ത് വിശുദ്ധ കഅബാലയത്തിന്റെ അടിത്തറയിടുവാൻ ഉപയോഗിച്ച കല്ലുകൾ ഈ പർവ്വതത്തിൽ നിന്നുള്ളതായിരുന്നു എന്ന അനുമാനമാണതിലൊന്ന്. പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വത്തിന്റെ മുമ്പ് ഏകാന്തതയ്ക്ക് വേണ്ടി വന്നിരിക്കുമായിരുന്ന പർവ്വതമായിരുന്നു എന്ന പ്രത്യേകതയാണ് മറ്റൊന്ന്. നബി തിരുമേനിക്ക് ആദ്യമായി ദിവ്യ സന്ദേശം ലഭിച്ച ഹിറ ഗുഹ സ്ഥിതി ചെയ്യുന്ന പർവ്വതമാണ് എന്നത് ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യമാണല്ലോ. ഈ പർവ്വതത്തിന്റെ ഘടന, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ തുടങ്ങിയവ ഈ പർവ്വതത്തിന് ഒരു അജ്ഞാതമായ വ്യതിരിക്തത നൽകുന്നുണ്ട് എന്ന് സ്വദേശത്തും വിദേശത്തുമുള്ള ജിയോളജിക്കൽ പഠനങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 642 മീറ്റർ ഉയരമുണ്ട് ഈ പർവ്വതത്തിന് എന്നാണ് കണക്ക്. 380 മുതൽ 500 മീറ്റർ വരെ കടുത്ത ചെങ്കുത്തായ ഭാഗമാണ്. അപൂർവമായ ഘടനയും പ്രത്യേകതയുമുള്ള ഈ പർവ്വതത്തിന്റെ മൊത്തം വ്യാസം 525 ചതുരശ്ര മീറ്ററാണ്. 35-ാം വയസ്സ് മുതലാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങളിൽ പ്രകടമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. സ്വന്തം ജനതയുടെ അധാർമിക ജീവിതത്തോട് കടുത്ത വിരക്തിയും വിദ്വേഷവും ജന്മനാ ഉണ്ടായിരുന്നുവെങ്കിലും അത് കൂടുതൽ ശക്തമായതും ചൂടേറിയ ചിന്തകളിലേക്ക് നയിച്ചതും ഇക്കാലം മുതലായിരുന്നു എന്നാണ് ചരിത്രം. അതോടെ നബി തിരുമേനിക്ക് അറേബ്യയുടെ കേന്ദ്രഭൂമിയായ തന്റെ നാട്ടിലും
മസ്ജിദുൽ ഹറാമിന്റെ ഒരു വിളിപ്പാടകലെയുള്ള സ്വന്തം വീട്ടിലും സ്വാസ്ഥ്യം നഷ്ടപ്പെട്ടു തുടങ്ങി. ജനങ്ങളിൽ നിന്ന് അകന്നിരിക്കുവാനുള്ള ഒരു ഉൾപ്രേരണ വളർന്നു വരികയായിരുന്നു. ഇതു ക്രമേണ ദൂരപ്രദേശങ്ങളിലെ വിജനമായ സ്ഥലങ്ങളിലും പർവ്വത ശിഖരങ്ങളിലും പോയി ഏകാന്തനായി ഇരിക്കുവാൻ ഉള്ള ഒരാഗ്രഹത്തിലേക്ക് നബി തിരുമേനിയെ നയിച്ചു. ഈ പ്രകൃതം നാളുകൾ പിന്നിടുമ്പോൾ ഏറി വന്നു. അവസാനം താൻ ഏകാന്തതക്കായി തെരഞ്ഞെടുത്ത പർവ്വതമായിരുന്നു ഈ അൽനൂർ പർവ്വതം. ഹിജ്റ കലണ്ടറിലെ റമദാനിലായിരുന്നു അധികവും അവർ ഇവിടെ കഴിച്ചുകൂട്ടിയിരുന്നത്. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതായിരുന്നു ഓരോ സന്ദർശനവും. നബി തിരുമേനിയുടെ ഈ സ്വഭാവമാറ്റം കുടുംബത്തിലും നാട്ടിലും വലിയ ഉദ്വേഗവും ഉത്കണ്ഠയുമുണ്ടാക്കി. അത്യാവശ്യത്തിനുള്ള ഭക്ഷണവും വെള്ളവുമെല്ലാം കയ്യിൽ കരുതുമായിരുന്ന നബി തിരുമേനി തിരിച്ചു വരാൻ ഏറെ വൈകിയാൽ പത്നി ഖദീജ ബീവി ഭൃത്യരുടെ കയ്യിൽ ഭക്ഷണവും വെള്ളവും കൊടുത്തേക്കുമായിരുന്നു. ചിലപ്പോൾ പത്നിയും ഒപ്പമുണ്ടാകാറുണ്ടായിരുന്നുവെങ്കിലും അവരിൽ നിന്നെല്ലാം അകന്നുകൊണ്ടായിരുന്നു അവിടെ അദ്ദേഹം കഴിച്ചുകൂട്ടിയിരുന്നത്. അപ്പോൾ തികച്ചും അജ്ഞാതമായിരുന്ന ഒരാത്മീയ നിർവൃതി അവർക്ക് അത്തരം സന്ദർഭങ്ങളിൽ ലഭിച്ചിരുന്നു. ആ ഏകാന്തതയിൽ നബി തിരുമേനി തനിക്ക് ചുറ്റും അലയടിക്കുന്ന സ്വന്തം ജനതയുടെയും ലോകത്തിന്റെയും അധാർമികതകളെക്കുറിച്ചും പ്രപഞ്ചത്തിന്റെ വിസ്മയങ്ങളെക്കുറിച്ചുമുള്ള ഗാഢമായ ചിന്തകളിലായിരുന്നു. മാനുഷികത്തിന്റെ വിമോചനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആ മനസ്സ് തയ്യാറെടുക്കുക തന്നെയായിരുന്നു.